ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനും നല്ലൊരു സുഹൃത്തുമായിട്ടുള്ള ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹം ഇങ്ങനെ എൻ്റെ നാട്ടിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ഒന്ന് കാണണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്നു, എൻ്റെ ഓഫീസിൽ വന്ന് ഇവിടെ ഇരുന്ന് എന്നോട് സംസാരിച്ചു. കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ 4ാമത്തെ സിനിമ ഏകദേശം പൂർത്തിയാവാറായി, അത് 2 മാസത്തിനുള്ളിൽ അത് പുറത്തിറങ്ങുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സിനിമ എന്ന് ചോദിച്ചു. സിനിമയുടെ പേരൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. ഞാൻ ചോദിച്ചു, ആരാണ് നായകൻ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആസിഫ് അലിയാണ് നായകൻ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആസിഫ് അലിയോ? ആസിഫ് അലിക്ക് ഇപ്പോൾ അങ്ങനെ മാർക്കറ്റൊന്നുമില്ലല്ലോ, അതിൻ്റെ പടങ്ങളൊക്കെ ഇങ്ങനെ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, വലിയ മാർക്കറ്റൊന്നുമില്ല, ഒരു പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു ഹിറ്റുകൾ പോലും ഇല്ലാത്തൊരു നടനാണല്ലോ ആസിഫ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആസിഫിനെ വെച്ചുകൊണ്ട് നിങ്ങളൊരു സിനിമ എടുത്തത്? വേറെ ഏതെങ്കിലും ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ നോക്കിക്കൂടെ അതിലെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, നജീം സാർ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ആസിഫ് അലിയെ വെച്ച് സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ്റെ ഒരു സ്വപ്നമാണ്. അതായത് ഒരു മോസ്റ്റ് കംഫർട്ടബിൾ ആക്ടർ ആസിഫ് അലിയാണ് സിനിമയുടെ ഹീറോ എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു വലിയൊരു തലവേദന, ഒരു സംവിധായകൻ്റെ വലിയൊരു തലവേദന അങ്ങോട്ട് കുറയുകയാണ്. പിന്നെ നമ്മൾ അയാളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും ഒരു ഹീറോ ആണെങ്കിൽ നമ്മൾ അയാളുടെ ഈഗോക്ക് തട്ടുകേട് കിട്ടാത്ത രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും, അയാളുടെ പുറകെ നടക്കേണ്ടി വരും. നേരെ മറിച്ച് ആസിഫ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നല്ല ക്യാരക്ടർ നമ്മൾ കഥാപാത്രത്തിനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല ഔട്ട്പുട്ട് തരുന്ന നടനാണ് ആസിഫ്. മാത്രമല്ല ഈ ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുക, ഈഗോ വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക, സീൻ ക്രിയേറ്റ് ചെയ്യുക, ഒന്നുമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് വെച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പെരുമാറുന്ന ഒരു ആളാണ് ആസിഫ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനും ഇല്ല, വളരെ സുഖമാണ് അയാളെ വെച്ച് സിനിമ എടുക്കാൻ. പിന്നെ ഇപ്പോൾ അയാളുടെ സിനിമ ഹിറ്റാവാത്തത് എന്തോ അത് അയാളുടെ ഒരു സമയദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ മറ്റെന്തുകൊണ്ട് നോക്കിയാലും അയാളൊരു നല്ലൊരു മനുഷ്യനാണ്, നല്ല കഴിവുള്ളൊരു നടനാണ്. എന്തായാലും ഒരു കാലം വരും, ഒരു ദിവസം വരും, ആസിഫിനും ഒരു സമയം വരും, അന്ന് അവൻ കയറി ടോപ്പിലെത്തും, നോക്കിക്കോളൂ എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, ഞാനത് ഇങ്ങനെ കേട്ടിരുന്നു എന്നല്ലാതെ അപ്പോഴാണ് എനിക്ക് ആസിഫിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടായി. അതായത് ആസിഫിനെ പറ്റി ഞങ്ങൾ സ്വയം ഇങ്ങനെ പരിശോധിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് വളരെ കൗതുകരമായിട്ടുള്ള ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ പ്രതിഭ കൊണ്ട്, തൻ്റെ ഉള്ളിലുള്ള ആ ഒരു സർഗ്ഗശേഷി കൊണ്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തിയ ഒരു വ്യക്തിയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സമയദോഷം എന്നായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അദ്ദേഹം അങ്ങനെ അങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ വളരെ കൗതുകരമായിട്ടുള്ള ചില സംഗതികൾ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ തുടക്കം സഹനടനായിട്ടായിരുന്നു, അല്ലേ, അല്ലെങ്കിൽ വില്ലനായിട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഋതു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ നെഗറ്റീവ് റോളാണുള്ളത്, ഒരു വില്ലൻ പരിവേഷമുള്ളൊരു റോളാണ് ആ സിനിമയിൽ അദ്ദേഹത്തിന് ഉള്ളത്. 2ാമത്തെ സിനിമ അതിൽ ജയറാമിനൊപ്പം കഥ ഇതുവരെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഥ തുടരുന്നു എന്ന് പറയുന്ന സിനിമയിൽ അതിനൊരു സഹനടനായിരുന്നു, വെറും ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം സ്ക്രീൻ സ്പേസ് ഉള്ള നടനായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സിനിമ അപൂർവ രാഗം എന്ന് പറയുന്ന സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും അദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ നമ്മൾ 3 പടങ്ങളിലെ നായകന്മാരൊക്കെ ഇപ്പോൾ ഏകദേശം ഫീൽഡ് ഔട്ട് ആയെങ്കിലും ആസിഫ് ആ സിനിമയിലൂടെയൊക്കെ സഹനടനായിട്ട് കിട്ടിയ റോൾ ചെയ്തുകൊണ്ട് കടന്നു വന്ന ആസിഫ് ഇന്നും സിനിമയിലുണ്ട്, വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുടക്കം ഏത് റോളിലായിരുന്നു, ഏത് വേഷത്തിലായിരുന്നു എന്ന് ഉള്ളതല്ല, പിന്നീട് അങ്ങോട്ട് നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടും പ്രതിഭ കൊണ്ടും നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ഈ താരങ്ങളുടെ ഇടയിൽ ഇമേജ് നോക്കാതെ അഭിനയിക്കുന്ന ഏത് ക്യാരക്ടറും വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു നടനാണ് ആസിഫ് അലി. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഒരു നടന്മാരും ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത ക്യാരക്ടർ ആസിഫ് അലി എടുത്ത് ചെയ്യാറുണ്ട്.
അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. അതായത് തൻ്റെ ഇമേജ് നോക്കിയിട്ട്, തൻ്റെ ഒരു നായക പരിവേഷം നോക്കിയിട്ട്, അയ്യോ ഈ ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും മുഖം തിരിച്ചറിയുന്ന പല ക്യാരക്ടറുകളും ആസിഫ് അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ചെയ്ത് ഫലിപ്പിക്കാറുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് അദ്ദേഹം ചെയ്ത ടേക്ക് ഓഫ് എന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ. അതിൽ പാർവതിയുടെ ഹസ്ബൻഡായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുള്ളത്. വളരെ സ്വാർത്ഥനായ ഒരു ഭർത്താവിൻ്റെ റോളാണ് അദ്ദേഹം അതിൽ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് പാർവതിയോടൊപ്പം തന്നെ അദ്ദേഹം അഭിനയിച്ച ഉയരേ എന്ന സിനിമ, പാർവതി നായികയായിട്ടുള്ള സിനിമ. അതിൽ അങ്ങേയറ്റം പൊസസീവായിട്ടുള്ള ഒരു കാമുകനായിട്ടാണ് ആസിഫ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. തൻ്റെ ആഗ്രഹങ്ങൾക്ക് നിൽക്കാത്തതിൻ്റെ പേരിൽ നായികയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച് അവളുടെ മുഖം വികൃതമാക്കാൻ ശ്രമിക്കുന്ന വികൃതമായ മനസ്സുള്ള ഒരു നായകനായിട്ടാണ് അയാൾ ആ സിനിമയിൽ വരുന്നത്. സിനിമയിലെ ഉയരുന്ന സിനിമയിലെ ശരിക്കും നായകൻ ആരാന്ന് നോക്കി കഴിഞ്ഞാൽ ടൊവിനോക്കാണ് കുറച്ചൊരു പോസിറ്റീവായിട്ടൊരു പരിവേഷം സംവിധായകൻ കൊടുത്തിട്ടുള്ളത്. ആസിഫിൻ്റെ ക്യാരക്ടർ അങ്ങേയറ്റം നെഗറ്റീവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഏത് നടനാണ് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ഏറ്റെടുത്ത് അഭിനയിക്കാൻ തയ്യാറാവുക? ഇപ്പോൾ ടേക്ക് ഓഫിലെ ക്യാരക്ടർ ആയാലും ശരി, ടേക്ക് ഓഫിൽ ശരിക്കും കുഞ്ചാക്കോബനാണ് റിയൽ ഹീറോ, പിന്നെ ഫഹദ് ഫാസിലും. ആസിഫിലേക്ക് ചെറിയ റോളേ ഉള്ളൂ. അതേപോലെ ഉയരയിലും അദ്ദേഹത്തിന് വളരെ ആർക്കും ഒരു വെറുപ്പ് തോന്നുന്ന റോളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് വേറെ ഏത് നടനാണ്, ആസിഫിലത്തെ വേറൊരു നടനാണ് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ എടുത്ത് അഭിനയിച്ചിട്ട് തൻ്റെ ഒരു ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുക? പക്ഷേ അദ്ദേഹം അതൊന്നും നോക്കാറില്ല. ആ ക്യാരക്ടർ നല്ലതാണോ അല്ലെങ്കിൽ ആ സിനിമ നല്ലതാണോ നോക്കും. നല്ല സിനിമയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഇമേജ് ഒന്നും നോക്കാതെ ഏത് തരം ക്യാരക്ടറും ഏറ്റെടുത്ത് അഭിനയിക്കാനും അത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് ഫലിപ്പിക്കാനും കഴിവുള്ള ഒരു നടനാണ് ആസിഫ്. മൂന്നാമതൊരു കാര്യം എനിക്ക് ആസിഫിനെ പറ്റി തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പെർഫെക്ഷന് വേണ്ടി എത്ര ത്യാഗവും സഹിക്കും. ഒരു ക്യാരക്ടറിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കും. അത് ഒരു തല്ല് കൊള്ളുന്ന സീനാണെങ്കിൽ പോലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടു കൂടി ആ സീൻ അദ്ദേഹം അഭിനയിക്കാറുണ്ട്. അതിൽ ആ ഇമോഷൻസ്, മുഖത്ത് വർക്കൗട്ട് ചെയ്യുന്ന ഇമോഷൻസ്, ആ എന്താ പറയുക, ഭാവങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഓരോ സീനും ഓരോ സിറ്റുവേഷനും എന്ത് ഭാവമാണോ മുഖത്ത് വരേണ്ടത് അതിങ്ങനെ മിന്നി മറിഞ്ഞ് ഇങ്ങനെ പോകും സെക്കൻഡുകൾക്കുള്ളിൽ. ഇപ്പോൾ നമ്മൾ ഭാവാഭിനയ ചക്രത്തിനൊക്കെ നമ്മൾ ആരൊക്കെയോ വിളിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഇനി നമുക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും നമ്മുടെ ആസിഫ്. വളരെ തന്മയത്വത്തോടു കൂടി അദ്ദേഹം ഒരുപാട് നല്ല ക്യാരക്ടറുകൾ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയിൽ ആസിഫ് അലിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ബിജു മേനോൻ ഒരു സിറ്റുവേഷനിൽ ആസിഫ് അലിയുടെ കരണത്തേക്ക് ആഞ്ഞടിക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. ആ തല്ല് കൊണ്ട പാടുള്ള ആസിഫിൻ്റെ മുഖത്ത് ഒരു ഇമോഷൻസ് ഉണ്ട്. ശരിക്കും തല്ല് കൊണ്ട പോലെ തോന്നും. നമുക്ക് തോന്നുന്നു ഇത് അഭിനയമല്ല, ശരിക്കും ബിജു മേനോൻ ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ആസിഫിനെ തല്ലിയിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. അമ്മാതിരി എക്സ്പ്രഷനാണ് ആസിഫിൻ്റെ മുഖത്ത് വരിക. സെയിം എക്സ്പ്രഷൻ വേറെ എവിടെ വരുന്നുണ്ട്? 2018 സിനിമയുണ്ട്, അറിയില്ലേ, നമ്മുടെ ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 2018. 2018 ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ ലാല് ആസിഫിനെ തല്ലുന്നുണ്ട്. അച്ഛൻ കഥാപാത്രമായിട്ടുള്ള ലാല് ആസിഫിൻ്റെ കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് ഇതേപോലെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്ലാപ്പിംഗ് സീനിൽ ഇതേപോലെ തല്ല് കൊണ്ടിട്ട് അപ്പോൾ ആ റിയാക്ഷൻ വളരെ ഒറിജിനലാണ്. കാരണം ശരിക്കും ഒരു തല്ല് കൊണ്ട ഒരാളുടെ അതേ റിയാക്ഷൻ, അതായത് ഒരു അച്ഛൻ മകനെ തല്ലുമ്പോൾ ആ മകൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു നാണക്കേട്, വേദന, തിരിച്ച് തല്ലാൻ പറ്റാതൊക്കെയുള്ള നിസ്സഹായാവസ്ഥ, ഇതൊക്കെ കൂടി വന്നിട്ട് മൊത്തത്തിലുള്ള അമർഷം അത് കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആസിഫിൻ്റെ മുഖത്ത്. അതുപോലെ എനിക്ക് നാലാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരു നടനാണ് ആസിഫ്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. 2 സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിന്നാണ് ആസിഫിനെ നീക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അഭിനയിക്കേണ്ട 2 സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിന്ന് അദ്ദേഹത്തിനെ നിഷ്പ്രയാസം അല്ലെങ്കിൽ നിഷ്കരുണം നീക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് ആ ക്യാരക്ടർ വേറെ നടന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് സപ്തമശ്രീ തസ്കര എന്ന സിനിമയിൽ അതിൽ നായകനാവേണ്ടത് ആരാണ്? നമ്മുടെ ആസിഫ് അലി ആയിരുന്നു. അതുപോലെ തന്നെ അമർ അക്ബർ ആൻഡ് എന്ന സിനിമയിലും പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടത് നമ്മുടെ ആസിഫ് അലി തന്നെ ആയിരുന്നു. പക്ഷേ വേറെ ചില നടന്മാരുടെ ഇടപെടൽ കൊണ്ടും അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ കൈകടത്തൽ കൊണ്ടുമാണ് ആസിഫിനെ നീക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് വേറെ നായകന്മാരെ വെച്ചതെന്നൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട്. സത്യമാണോ നമുക്ക് അറിയില്ല, ചിലപ്പോൾ കളവായിരിക്കാം, എന്തോ ആട്ടെ. പക്ഷേ ഈ 2 സിനിമയിലും തനിക്ക് നായകസ്ഥാനം ഇല്ല എന്നറിഞ്ഞിട്ട് പോലും പിന്നെയും ആ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറായി. ഒരു സഹനടനായിക്കൊണ്ട് അല്ലേ, ഒരു നറേറ്റർ ആയിക്കൊണ്ടൊക്കെ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഈഗോ ഇല്ല. നിങ്ങൾ എൻ്റെ നായകസ്ഥാനത്ത് ഒഴിവാക്കിയില്ല, ഞാൻ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കില്ല, ഞാൻ ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള ഒരു ഈഗോയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിലാണ് ആസിഫ് സിനിമാക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല സംഭവങ്ങൾ. ഇപ്പോൾ അദ്ദേഹം പിന്നെ വേറൊരു കാര്യം, 5ാമത്തെ കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്ലോപ്പുകൾ തൻ്റെ കരിയറിലുള്ള ഒരു ആളാണ്. ഇടയ്ക്ക് കുറച്ച് ഹിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഫ്ലോപ്പുകളുണ്ട്.
അതേസമയം ആ ഫ്ലോപ്പായ സിനിമകളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതൊന്നും ഒരിക്കലും മോശം സിനിമകളായിരുന്നില്ല. എന്തൊക്കെയോ ചില സമയദോഷം കൊണ്ട പടങ്ങൾ തിയേറ്ററിൽ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ സിനിമകളൊക്കെ നല്ല സിനിമകളായിരിക്കുകയും ചെയ്യും. അതിൽ ആസിഫിൻ്റെ ക്യാരക്ടറും നല്ല ക്യാരക്ടറായിരിക്കുകയും ചെയ്യും. അദ്ദേഹം അതിന് നന്നായിട്ട് വളരെ ഉദാത്തമായ രീതിയിൽ തന്നെ അദ്ദേഹം അതിനെ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിട്ടും ഉണ്ടാകും. പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ ആ സിനിമകൾ തിയേറ്ററിൽ ഓടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും നമുക്ക് ആസിഫ് അലിയുടെ ക്യാരക്ടർ സെലക്ഷനെയോ സ്ക്രിപ്റ്റ് സെലക്ഷനെയോ നമുക്ക് കുറ്റം പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അത്രയും ഭംഗിയായിട്ടാണ് ആസിഫ് തൻ്റെ ഓരോ ക്യാരക്ടറും സിനിമയിൽ ചെയ്തു വെക്കുന്നത്. ഇങ്ങനെ ഇത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കും തോറും നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എനിക്ക് ആസിഫിനെ പറ്റി ഞാൻ സ്വയം ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. എന്തായാലും ആറാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആസിഫിന് ഒരുപാട് പരാജയങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തിന് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടു. ജൂനിയർ മാൻഡ്രേക്ക് എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം തല കാണിക്കുന്ന എല്ലാ പടങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുക എന്ന രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും തന്നെ ആസിഫ് തളർന്നില്ല. അദ്ദേഹം തുടർച്ചയായിട്ട് നല്ല പടങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു. ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ എല്ലാ ക്യാരക്ടറിലും കയറി അഭിനയിച്ചുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹത്തിനൊരു നല്ല സമയം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു 3 സിനിമകൾ നല്ല രീതിയിൽ തന്നെ പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ തലവൻ എന്ന സിനിമയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം, ബിജുവിനൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള 2 പോലീസ് ഓഫീസേഴ്സിൻ്റെ കഥ പറയുന്ന ആ സിനിമയിൽ ഒട്ടും ഈഗോയിൽ കുറവില്ലാത്തൊരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന ആ ക്യാരക്ടർ വളരെ രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഡിയോസ് അമിഗോസ് എന്ന സിനിമ ഞാനിപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ പടം എനിക്ക് തോന്നുന്നു അത്ര വേണ്ടത്ര വിജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, നമ്മൾ തലവലിൽ കണ്ട ആളല്ല, തലവലിൽ കണ്ട ആസിഫ് അലി അല്ല അഡിയോസ് അമിഗോസിലുള്ളത്. ആ അഡിയോസ് അമിഗോസിൽ കണ്ട ആസിഫ് അലി അല്ല നമ്മുടെ കിഷ്കിന്ധകാണ്ഡത്തിലുള്ളത്. അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഓരോ സിനിമയിലും തന്നെ മാറ്റി പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഒരു പക്ഷേ ഈ പുതിയ തലമുറയിൽ അത് ആസിഫ് അലി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. അങ്ങനെ അതിപ്പോൾ അവസാനം അദ്ദേഹത്തിനും ഒരു ടേണിംഗ് പോയിന്റ് വന്നു. എപ്പോഴൊരു പരാതി ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു 50 crore സിനിമ ഇല്ലാത്ത ഒരു നടൻ എന്നുള്ളൊരു ചിത്തപ്പേര് ആസിഫിനുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തോടു കൂടി ആ ചിത്തപ്പേര് മാറി. ആസിഫ് അലി ഇപ്പോൾ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. ആസിഫ് അലി അഭിനയിച്ച് ഓണത്തിന് ഇറങ്ങിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ ഇപ്പോൾ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. അങ്ങനെ ആസിഫ് അലിക്കും ആദ്യമായിട്ടൊരു സോളോ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷം. ഈ കിഷ്കിന്ധാകാന്ഡം എന്നെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ വളരെ മികച്ച സിനിമ, ആസിഫിൻ്റെ കരിയറിൽ തന്നെ വളരെ മികച്ച സിനിമ എന്ന് വേണം നമുക്കിതിനെ പറയാൻ. കാരണം ഇത്രയും കാലം എനിക്ക് ആസിഫ് അലി അഭിനയിച്ച പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന സിനിമയായിരുന്നു. അതിൽ സ്ലീവാച്ചൻ എന്ന കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസിഫ് അലിയുടെ ക്യാരക്ടർ. അതേസമയം ഇപ്പോൾ നമ്മുടെ കിഷ്കിന്ധാകാന്ഡത്തിലെ അജയൻ, കിഷ്കിന്ധാകാന്ഡത്തിലെ അജയൻ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വളരെ ബ്രില്യൻ പെർഫോമൻസ് ആണ്. ടുവേഴ്സ് ദ ക്ലൈമാക്സ് അത് നമ്മുടെ ആസിഫ് അലി പുറത്തെടുത്തിരിക്കുന്നത് വൺ ഓഫ് ദ ബ്രില്യൻ മൂവീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമത്തിന് എടുത്ത് പറയാം. ആ സിനിമ അർഹിക്കുന്ന വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ആ സിനിമ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ ആ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞാനടക്കം ഒരു 10 പേര് മാത്രമേ ആ ഷോക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സിനിമ ഒന്നും കൂടി തിയേറ്ററിൽ പോയി കാണണം. അതിന് ആ സർപ്രൈസൊക്കെ പൊളിഞ്ഞെങ്കിലും ഇനി ഒന്നും കൂടി അതിൻ്റെ അതേ ഒരു ഉദ്വേഗത്തോടു കൂടി വീണ്ടും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി ഞാൻ അത് വീണ്ടും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് വീണ്ടും ആ സിനിമ കാണാൻ വേണ്ടി 2-3 വട്ടം ശ്രമിച്ചു. പക്ഷേ എപ്പോഴും നമ്മൾ ബുക്ക് മൈ ഷോയിലും Paytm മൂവീസിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് എല്ലായിടത്തും ഹൗസ്ഫുള്ളാണ്. ഫസ്റ്റ് ദിവസം 10 പേരെ വെച്ച് കണ്ട പടം ഇന്ന് ഹൗസ്ഫുള്ളാണ്, എവിടെയും ടിക്കറ്റ് കിട്ടാനില്ല. ഇതൊക്കെയാണ് ഒരു നടൻ്റെ കരിയറിലെ വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഈ മൊമെൻറ്റ്സ് ഒക്കെയാണ്. എന്തായാലും ആസിഫ് അലി ഇപ്പോൾ തൻ്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനക്കേടുകൾക്കും സഹനങ്ങൾക്കും ത്യാഗങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെയുള്ള ഒരു മറുപടിയാണ് തൻ്റെ ഇപ്പോഴുള്ള മികച്ച പ്രകടനങ്ങളുടെ മിന്നുന്ന വിജയങ്ങളുടെ അദ്ദേഹം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും ഒരുപാട് നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെ ഒരു നടനെന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്കും ആസിഫ് അലിയിൽ നിന്ന് ഒരുപാട് നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണോ എൻ്റെ സുഹൃത്തായ സംവിധായകൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നോട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത്, അതുപോലെ നമ്മളെ പറ്റിയിട്ടും നമ്മുടെ ഫീൽഡിലുള്ള ആളുകൾ പുറത്തു പോയിട്ട് നല്ല ഫീഡ്ബാക്ക് പറയുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കരിയറിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ സക്സസ് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ആസിഫ് അലി നമുക്ക് വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.